നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ ജീവിതവും ഭാവിയും വെച്ചുള്ള വിക്രമിന്റെ എല്ലാ കളികളും ഞാൻ പൊളിച്ചടുക്കിയിരിക്കും. ഈ പോരാട്ടം നിന്റെ സർവനാശത്തിനാണെന്ന് മറക്കരുത്. ഞാൻ കാരണം നിന്റെ വിലപ്പെട്ട അവസരമല്ലേ പാഴാക്കുന്നത്. അത് ഓർക്കുമ്പോ തലവേദനകൾ സഹിക്കാനാത്ത വേദന എന്റെ മനസ്സിന്. അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ഏട്ടന്റെ ഭാര്യ ഞാൻ. ഏട്ടന് വേണ്ടി എന്റെ ഭാവിയല്ല, എന്റെ ജീവിതം തന്നെ ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. നിനക്ക് ഈ അവസ്ഥ ഉണ്ടാക്കാൻ എനിക്ക് തീരെ മനസ്സ് വരുന്നില്ല. പക്ഷെ നിന്റെ വന്ദന ചേച്ചിയില്ലേ, അവളെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. പക്ഷെ എനിക്കിപ്പോൾ അല്പം വേദന കുറവുണ്ട്. മാത്രമല്ല, എൻ്റെ കാര്യം നോക്കാൻ ഇവിടെ നഴ്സുമാരും ഉണ്ടല്ലോ. സമയം വൈകിട്ടില്ല. നീ ഇപ്പോൾ എക്സാം എഴുതും മോളെ. ചെല്ല്. ഇല്ല, അങ്ങനെ എന്റെ ഭർത്താവിനെ നഴ്സിന്റെ കാരുണ്യത്തിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഞാൻ എങ്ങും പോകുന്നില്ല. മോളെ, അമ്മേ, മോനെ, ചേച്ചി, മോളെ, മോനെ ഇപ്പൊ എങ്ങനെയുണ്ട്? മോളെ, വിക്രമിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. നീ പെട്ടെന്ന് പരീക്ഷയ്ക്ക് പോവാൻ നോക്കേ. അയ്യോ മോളെ, വിക്രമിന്റെ കാര്യങ്ങൾ ഇവിടെ ഒരു കുറവും കൂടാതെ നോക്കാനല്ലേ അമ്മയും കൂടി വന്നത്. നോക്കി നിൽക്കാതെ മോള് പെട്ടെന്ന് തന്നെ കോളേജിലെത്താൻ നോക്ക്. വർഷേ, അമ്മ പറയുന്നത് നീ കേട്ടില്ലേ? ഒരാളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്ന ഒരു ഏർപ്പാടും വിക്രമിന് ഇഷ്ടമല്ല. അല്ലേ വിക്രം? അയ്യോ, ആ, എന്റെ തല ഇപ്പൊ പൊട്ടുവേ. വിവാഹത്തിന് മുൻപ് വിക്രം പറഞ്ഞതും ഇതാ. അതുകൊണ്ട് ഇനി എക്സാം എഴുതാതിരുന്ന ഞങ്ങളെക്കാളും വിഷമം വിക്രമിനായിരിക്കും. അല്ലേ വിക്രം? വർഷേ, ഇവിടെ ഞങ്ങളുണ്ട്. ഷടാ, ഇതെന്തീ പെണ്ണിന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? ഒന്ന് പറഞ്ഞു കൊടുക്ക് വിക്രം. അമ്മയും ചേച്ചിയൊക്കെ എന്നോടുള്ളപ്പോ ഒന്നും പേടിക്കാനില്ല. പെട്ടെന്ന് പോയി എക്സാം എഴുതാൻ നോക്ക്. കണ്ടോ, ഞാനിപ്പോ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? നീ പോവാൻ നോക്ക്. ഏട്ടാ, അമ്മേ, ശരി ചേച്ചി, പോവാണേ. മോന്റെ ഈ തീരുമാനം എന്തുകൊണ്ട് നന്നായി. ഇപ്പൊ വേദന കുറവുണ്ടോ മോനെ? ഇപ്പോഴാ എനിക്ക് ശരിക്കും വേദന വന്നത്. ഇപ്പൊ നല്ല ഭേദമുണ്ട്. അമ്മയും ചേച്ചിയൊക്കെ എന്തിനാ വന്ന് ബുദ്ധിമുട്ടിയേ? ബുദ്ധിയില്ലാതെ ഓരോന്ന് പ്രവർത്തിച്ച പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാതിരിക്കാൻ പറ്റുമോ? അല്ല, താങ്ങാനാവാത്ത വേദന മൂലം വിക്രമിന്റെ ബുദ്ധി മരവിച്ചു പോയെന്നാ വർഷ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാ ഞങ്ങൾ വന്നത്. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ഇങ്ങതാ മോളെ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. പോയിട്ട് വരാം മോനെ.
ചെന്നിക്കുത്ത് എന്നാണ് ഈ തലവേദനയ്ക്ക് പണ്ടുള്ള ആൾക്കാർ വിളിച്ചിരുന്ന പേര്. ഒരു ചെന്നിക്ക് കുത്തുവന്ന മറു ചെന്നിക്കിട്ട് ശക്തിയായി മർദ്ദിക്കുന്നതാണ് പരിഹാരമെന്ന് എന്റെ അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, നമ്മൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ജയിക്കാൻ എന്റെ അനുജത്തിയെ നിങ്ങൾ ആയുധമാക്കുന്നു. അവളുടെ ജീവിതവും ഭാവിയും വെച്ചുള്ള വിക്രമിന്റെ എല്ലാ കളികളും ഞാൻ പൊളിച്ചടുക്കിയിരിക്കും. ഈ പോരാട്ടം നിന്റെ സർവനാശത്തിനാണെന്ന് മറക്കരുത്. അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് നിനക്ക് വളരെ പ്രിയപ്പെട്ടവരും ആയിരിക്കും. അല്ല, ദിയമോള് സുഖമായിട്ടിരിക്കുന്നു? എന്താ ഇപ്പൊ അങ്ങനൊരു ക്വസ്റ്റ്യൻ? ഏയ്, ഒന്നുമില്ല. വന്ദന ചേച്ചിക്ക് പ്രിയപ്പെട്ടവരെ കുറിച്ച് ഞാൻ അന്വേഷിക്കണ്ടേ? ഈ വാക്കുകളൊന്നും കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നില്ല. ന്യായം എന്റെ ഭാഗത്താണ്. അതുകൊണ്ടായിരിക്കുമല്ലേ? സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും. നാശം. എന്റെ പദ്ധതികളെ പൊളിക്കാൻ വേണ്ടി ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക അവള്. ഒരു തീറപ്പെണ്ണെ വിചാരിച്ചാൽ ഈ വിക്രമിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവളെ മനസ്സിലാക്കിക്കണം. വന്ദനയുടെ സർവനാശം തുടങ്ങിക്കഴിഞ്ഞു. അച്ഛൻ വന്ന പിള്ളേരെ ഇന്നെന്താ മക്കളെ കമ്പനിയിൽ നിന്ന് നേരത്തെ വന്നേ? ആ, പതുക്കെ. ഒരു വിശേഷമുണ്ട്. വിശേഷോ? ചന്ദ്രിക ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അവളും വന്ദനയും കൂടെ ആശുപത്രി പോയിട്ട് ഇതുവരെ വന്നില്ല. ആ, ചന്ദ്രയും കൂടി വരട്ടെ, എന്നിട്ട് വിശേഷം പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.